ഒരു ബെഡ്റൂം എങ്ങനെ ലൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോഴും എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു ബെഡ്റൂം ഞങ്ങൾ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ 1.5 ഇഞ്ച് ഡയുള്ള 6 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 അടി ഗ്യാപ്പിൽ ഒരു 3 ലൈറ്റ് ഈ ലൈനിലും അതേപോലെ 5 അടി ഗ്യാപ്പിൽ അവിടെ നമ്മൾ 3 ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ജനറൽ ലൈറ്റിംഗ് ഈ ഒരു റൂമിനുള്ളിലെ. പിന്നെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരു വർക്ക് ഡെസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ അത്ര വാം ആയിട്ടുള്ള ലൈറ്റ് അല്ല, അതൊരു കൂൾ ലൈറ്റിന്റെ ഒരു ഇതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇതിന് മുകളിൽ നമ്മളൊരു കൂൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഒരു കട്ടൺ വരുന്നുണ്ട്. അപ്പോൾ കട്ടണിൽ വാഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പെൽമെറ്റിനകത്ത് ഒരു സെറ്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലൈറ്റ്സ് കൊണ്ട് ഓൾമോസ്റ്റ് ഈ റൂമിലെ ലൈറ്റ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ടേബിളിൽ നമ്മൾ മുകളിൽ ലൈറ്റ് കൊടുത്ത പോലെ തന്നെ ഇപ്പം അത്രയും ഒരു കറക്റ്റായിട്ട് വൈറ്റ് ലൈറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യാനല്ല, കുറച്ചും കൂടെ ഒരു കോസിയൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് ഇരുന്ന് എന്തെങ്കിലും വായിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ടേബിളിനെ മാത്രം ഓൺ ചെയ്തിട്ട് വേണം ഇവിടെ ഇരിക്കാം. അതായത് വാം ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ആ ഒരു വാം ലൈറ്റിൽ ഇരിക്കാം. ഇനി അതല്ല പ്രോപ്പർ ഒരു വൈറ്റ് ലൈറ്റ് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് വേണ്ടതെങ്കിൽ ഈ വൈറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. അപ്പം ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ഒരുപാട് ലൈറ്റ്സ് കൊടുത്ത് കത്തിക്കാതെ വളരെ കുറച്ച് ലൈറ്റ്സ് മാത്രം ഫംഗ്ഷനലി ആവശ്യമുള്ള ലൈറ്റ്സ് മാത്രം കൊടുത്തിട്ട്, അത് വേണം ഒരു ടെക്നിക്കൽ ലൈറ്റിംഗ് എന്നൊക്കെ വേണം പറയാം, അങ്ങനെ മാത്രം കൊടുത്തിട്ടാണ് ഈ റൂമിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.